അപ്പോൾ നമുക്കൊരു സൺഡേ വിത്ത് മീ ആയാലോ? ഗുഡ് മോർണിംഗ്. അപ്പം നമ്മൾ ഒരു സൺഡേ ഫൺഡേ ആക്കാം. നമുക്ക് ഫൺഡേ ഒന്നുമല്ല, ഇതാ ഇത്രോളം ക്ലീനിങ് പരിപാടിയുണ്ട്. അപ്പം ഞാനിപ്പോൾ എണീറ്റിട്ടേ ഉള്ളൂ. എണീറ്റപ്പോൾ ആരെയും കണ്ടില്ല. അങ്ങനെ നമ്മൾ അന്വേഷിച്ച് പോവുകയാണ്. അപ്പോൾ അവിടെ അലക്കുന്ന പരിപാടിയിലായിരുന്നു. അപ്പോൾ നമുക്കൊരു ചായ ഇടാമെന്ന് വിചാരിച്ചു, ഒരു ഇഞ്ചി ചായ ഇടാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇഞ്ചിയൊക്കെ എടുത്തു, ഇഞ്ചിയൊക്കെ ചതച്ചെടുത്തു, ഒരു ചായയൊക്കെ ഇടാമെന്ന് പോണു. അങ്ങനെ നമ്മുടെ ചായയുടെ പരിപാടിയൊക്കെ കഴിഞ്ഞേക്കെയാണ്. അതിനുശേഷം നമുക്ക് ഒരുപാട് ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ വർഷന് ചായയൊക്കെ ഇഷ്ടപ്പെട്ടു. അങ്ങനെ പിന്നെ നമ്മൾ ക്ലീനിങ് പരിപാടിയിലേക്ക് കടന്നിരിക്കുകയാണ്. ഒരുപാട് ക്ലീനാക്കാൻ ഉണ്ടായിരുന്നു. ഡ്രസ്സ് കഴുകണം, എടുക്കൽ, കുറേ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളെ ഉണ്ടായിരുന്ന ടെഡി ബിയറൊക്കെ നമ്മളിങ്ങനെ ഭംഗിക്ക് അടുക്കിയൊക്കെ വെച്ചു, സെറ്റാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ബാക്കി നമ്മൾ ഷെൽഫൊക്കെ ക്ലീൻ ചെയ്ത്, നമ്മൾ പൂജ ചെയ്യുന്ന സ്ഥലമൊക്കെ നമ്മൾ ക്ലീൻ ചെയ്തു. പിന്നെ നമുക്കൊരു ചപ്പൽ സ്റ്റാൻഡ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്തു. അപ്പോൾ ഇതാണ് നമ്മുടെ വിളക്കൊക്കെ കത്തിക്കുന്ന ഒരു സ്പേസ്. അപ്പോൾ നമ്മൾ 1 by 1 ആയിട്ട് ക്ലീനിങ് ആയിരുന്നു. ആദ്യമേ നമ്മൾ ആ ഒരു കട്ടിലൊക്കെ ക്ലീൻ ചെയ്തു, പിന്നെ ഷെൽഫ് ക്ലീൻ ചെയ്തു, പിന്നെ ടേബിള്, അങ്ങനെ കുറേ ക്ലീനിങ് ഒക്കെ ആയിരുന്നു. ഇന്ന് ഫുള്ള് ക്ലീനിങ് ഡേ ആയിരുന്നു. അപ്പോൾ വർക്ക് ഇൻ പ്രോഗ്രസ്. അപ്പോൾ ആ ഒരു ബ്രേക്കിൽ നമ്മളൊരു സാൻഡ്വിച്ച്, അവക്കാഡോ സാൻഡ്വിച്ചൊക്കെ പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു ഇതിലാണ്. അപ്പോൾ ഒരുവിധം ക്ലീനിങ് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ലഞ്ചായിട്ട് നമ്മൾ സാൻഡ്വിച്ച് ആയിരുന്നു കഴിച്ചിരുന്നേ. അത് പ്രിപ്പയർ ചെയ്തത് വർഷിനി മാം. അപ്പോൾ ഇതാണ് നമ്മൾ ക്ലീനിങ്ങിന് ശേഷമുള്ള നമ്മളെ റൂം. എല്ലാം നമ്മളൊന്ന് അറേഞ്ച് ചെയ്ത് വെച്ചു, സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം ഒരു കാജു ഷേക്ക് കുടിച്ച്. കാജു അല്ല, ഇത് ബദാം ഷേക്കാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു 20 രൂപയേ ഉള്ളൂ. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ അതിന് ശേഷം ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞു. മുഖത്തൊക്കെ ഒന്ന് എണ്ണ പുരട്ടി, തലയിലൊക്കെ ഒന്ന് എണ്ണ തേച്ചു. പിന്നെയും കുറച്ച് പരിപാടികളുണ്ടായിരുന്നു. വാഷ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ഡ്രസ്സൊക്കെ വാഷ് ചെയ്യാനുള്ള പരിപാടിയിലാണ്. അങ്ങനെ ഡ്രസ്സൊക്കെ വാഷ് ചെയ്യാനെടുത്തു. അതിനുശേഷം ഒരു കുളിയൊക്കെ പാസ്സാക്കി നമ്മുടെ പുതിയ ബെഡ്ഷീറ്റൊക്കെ വിരിച്ചു. ചായ കുടിച്ചിട്ട് അങ്ങനെ നമ്മളൊരു ചായയൊക്കെ കുടിച്ചിട്ട് മെസ്സിൽ നിന്ന് ഫുഡ് എടുക്കാമെന്ന് വിചാരിച്ച് ഫുഡ് എടുക്കാൻ പോവുകയാണ്.
ഇതാണ് നമ്മുടെ മെസ്സ്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ ഫുഡൊക്കെ എടുത്ത് ഒരു ചായയൊക്കെ കുടിക്കാൻ പോയി. അതിന് ശേഷം ഒരു ബേക്കറിയിൽ പോയി ഒരു 2 ഐസ്ക്രീമൊക്കെ മേടിച്ചു. പിന്നെ നമ്മൾ തിരിച്ചെത്തി, വാങ്ങിച്ച ഐസ്ക്രീമൊക്കെ കുടിച്ചു. പിന്നെ ഫുഡ് കഴിച്ചു. ഇന്നലത്തെ ഒരു പൊറോട്ടയും ചിക്കൻ ഫ്രൈ ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അത് കഴിച്ചു. പിന്നെ കുറച്ച് ബിരിയാണി കഴിച്ചു. പിന്നെ പാത്രങ്ങളൊക്കെ കഴുകി. കുറച്ച് നോട്ട്സൊക്കെ പ്രിപ്പയർ ചെയ്യാനുണ്ടായിരുന്നു, അതൊക്കെ പ്രിപ്പയർ ചെയ്തു. പിന്നെ ഒരു മൂവിയൊക്കെ കണ്ടു. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ, ഗുഡ് നൈറ്റ്.